അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ ഡോക്ടർ മാർ അത്തനേഷ്യസ് യോഹനാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങ് സഭാസ്ഥാനമായ തിരുവല്ലയിൽ നടത്തുമെന്ന് സഭാവക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിയിൽ പറഞ്ഞു. സംസ്കാര ചടങ്ങിന്റെ ദിവസം, സമയം എന്നിവ നിശ്ചയിക്കാൻ എപ്പിസ്കോപ്പൽ സിനഡ് ഇന്ന് രാത്രി ചേരും. കെ.പി. യോഹന്നാന്റേത് അപകട മരണമാണെന്നും മറ്റാശങ്കകൾ സഭയ്ക്കില്ല എന്നും സഭാവക്താവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തിരുവല്ലയിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭ ആസ്ഥാനത്ത് സഭാധ്യക്ഷൻ ഡോക്ടർ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രത്യേക പ്രാർത്ഥന നടന്നു. സീനിയർ ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് വൈകിട്ട് എപ്പിസ്കോപ്പൽ സിനഡ് ചേരും. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നാണ് സഭയുടെ ആഗ്രഹമെന്ന് സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിൽ വ്യക്തമാക്കി. സഭ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം കെ.പി. യോഹന്നാന്റെ കുടുംബവും ഉണ്ടാകുമെന്ന് സഭാ വക്താവ് വ്യക്തമാക്കി. കെ.പി. യോഹന്നാന് അപകടം സംഭവിച്ചതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറിച്ച് ആശങ്ക ഒന്നുമില്ലെന്നും സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിൽ അറിയിച്ചു. വൈകിട്ട് ഏകദേശം 8 മണിയോടുകൂടെ ഞങ്ങളുടെ സീനിയർ ബിഷപ്സ് സ്ഥലത്തെത്തിച്ചേരും. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് മറ്റ് തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ പോവുക. പക്ഷേ എന്തു തന്നെയായാലും ഞങ്ങളുടെ സീനിയർ ബിഷപ്സും സഭാ സെക്രട്ടറി അച്ഛനുമായിട്ടുള്ള സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം കേരളത്തിൽ കൊണ്ടുവരികയും സംസ്കാര ശുശ്രൂഷകൾ ഞങ്ങളുടെ സഭാ ആസ്ഥാനത്ത് തന്നെ നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഭൗതിക ശരീരം കേരളത്തിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡാളസിൽ പ്രഭാത നടത്തത്തിനിടെ കാറിടിച്ചാണ് കെ.പി. യോഹന്നാന് ഗുരുതര പരിക്കേറ്റത്. ഡാളസിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയവേ ഹൃദയാഘാതം വന്നാണ് മരണം സംഭവിച്ചത്. ഇന്ന് ചേരുന്ന എപ്പിസ്കോപ്പൽ സിനഡിൽ സംസ്കാര ചടങ്ങിന്റെ സമയം, ദിവസം എന്നിവ നിശ്ചയിക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.